നമ്മുടെ ധ്യാനം രണ്ടാം ദിവസമായി ഇന്ന് ഉടനെ തന്നെ തുടരുകയാണ്. അത്യാവശ്യമുള്ളവർക്ക് കാപ്പി കുടിക്കുവാനായിട്ട് ജൂബിലി ഹാളിൽ സൗകര്യമുണ്ട്, കാപ്പി ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണമെന്നില്ല, ധ്യാനം ഉടനെ ആരംഭിക്കുന്നതുകൊണ്ടും അത്യാവശ്യമുള്ളവർക്ക് പുറത്ത് പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരാവുന്നതാണ്. 12:30 എല്ലാവർക്കും ഉച്ചഭക്ഷണം കരുതിയിട്ടുണ്ട്. ഉച്ചഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാബി ജോൺസൺ കുടുംബാംഗങ്ങളാണ്. എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിക്കുകയാണ്. സാധാരണ പതിവ് പോലെ തന്നെ ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് നമ്മൾ സ്തോത്ര കാഴ്ച എടുക്കുന്ന പതിവുണ്ട്. അത് ഇന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചഭക്ഷണത്തിന് പോകുന്നതിന് മുമ്പായിട്ട് സ്തോത്ര കാഴ്ച എടുക്കുന്നതായിരിക്കും. ഉച്ചഭക്ഷണം എത്രയും നേരത്തെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ധ്യാനം തുടരുകയാണ്. 3 മണിക്ക് ചെറിയൊരു ബ്രേക്ക്, കോഫി ബ്രേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ധ്യാനം തുടർന്ന് 5 മണിയോടുകൂടെ ഇന്നത്തെ ധ്യാനം അവസാനിക്കുന്നതാണ്. അവസാനിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ കുർബാനയുടെ ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. ആരാധനയിലൂടെയാണ് ഇന്നത്തെ ധ്യാനം അവസാനിക്കുക. നാളെ രാവിലെ 8:30 നമ്മുടെ ധ്യാനം ആരംഭിക്കുന്നതാണ്. കുട്ടികൾക്ക് പതിവ് പോലെ CCD ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. 8:30 ആരംഭിച്ച് 9:45 മുമ്പായിട്ട് നാളത്തെ രാവിലത്തെ ടോക്ക് അവസാനിക്കുന്നതാണ്. 9:45 നമ്മുടെ CCD കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുമിച്ച് ഫാമിലിയായിട്ട് നമ്മുടെ പള്ളിയുടെ പ്രധാന കവാടത്തിങ്കൽ, പുറത്തുള്ള കവാടത്തിങ്കൽ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് നമ്മൾ നാളെ കരുണയുടെ വർഷം, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന, സാധാരണഗതിയിൽ ഇതുവരെയുള്ള വിശുദ്ധ വർഷം പ്രഖ്യാപിച്ചപ്പോഴൊക്കെ പ്രധാന ദേവാലയങ്ങൾ റോമിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിൽഗ്രിം ചർച്ചായിട്ട്. ഈ വർഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവത്തിൻ്റെ കരുണയാൽ എല്ലാ രൂപതയിലുള്ള പ്രധാനപ്പെട്ട ദേവാലയങ്ങളെല്ലാം പിൽഗ്രിം ചർച്ചായിട്ട് പ്രഖ്യാപിച്ചു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് നമുക്ക് നമ്മുടെ ദേവാലയത്തിന് കിട്ടിയ ആ മഹാഭാഗ്യം. അത് നാളെ കൊണ്ട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം, വെറുതെ ബഹളം വെച്ച് കയറിയല്ല, പ്രാർത്ഥിച്ച് ദേവാലയ കവാടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുന്നു. തുടർന്ന് വിശ്വാസപ്രമാണം ചൊല്ലി മാർപ്പാപ്പായുടെ നിയോഗാർത്ഥം സ്വർഗസ്നായ പിതാവേയും ഒരു നന്മയും ഒരു തൃത്വസ്തുതിയും ചൊല്ലി നമ്മൾ പ്രാർത്ഥനാപൂർവം എല്ലാവരും ഒരുമിച്ച് ദേവാലയത്തിൻ്റെ മധ്യത്തിലുള്ള കവാടത്തിലൂടെ പള്ളിയിൽ പ്രവേശിച്ച് 10 മണിക്ക് ആഘോഷമായ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ ജൂബിലി വർഷ സമാപനം കുറിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആഘോഷമായ പ്രദക്ഷിണം നമ്മുടെ ദേവാലയത്തിൻ്റെ നടുഭാഗത്തൂടെയും ഇരുവശങ്ങളിലൂടെയുമായിട്ട് നടത്തുന്നതായിരിക്കും. വളരെ ദൈവിക അനുഗ്രഹങ്ങൾ ഈശോ നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരുന്ന ആ നിമിഷങ്ങളെ നമുക്ക് ഏറ്റവും സന്തോഷപൂർവ്വം വിശ്വാസപൂർവ്വം സ്വീകരിക്കുവാനായിട്ടും ആ പുണ്യപ്പെട്ട നിമിഷങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാക്കുവാനായിട്ടും എല്ലാവർക്കും സാധിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒന്നാണ് നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങി പ്രധാന കവാടത്തിലൂടെ അതിനുള്ള സൗകര്യം ഇന്ന് മുഴുവനും നമ്മുടെ ചാപ്പലിലുണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ പേരുണ്ടെങ്കിൽ പള്ളിയിലുള്ള കുമ്പസാരക്കൂട്ടിൽ ഞാനും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഈ കാരുണ്യത്തിൻ്റെ നിറവിൽ ദൈവകരുണ അനുഭവിക്കുവാനായിട്ട് ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവകാരുണ്യത്തെക്കുറിച്ച്, പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം വെളിവാക്കുന്നതിനെക്കുറിച്ച് അനേക വർഷങ്ങളായിട്ട്
ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലമായിട്ട് ദൈവവചന പ്രഘോഷണം നടത്തുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന ബ്രദർ തോമസ് പോളിനെ ഞാൻ എല്ലാവരുടെ പേരിൽ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Praise the Lord.